ഹായ് കൂട്ടുകാരെ, എൻ്റെ കൈ ഒന്ന് പൊള്ളി. ഉണ്ട് ഇത് ഈ കമ്പിയിൽ ഈ സ്റ്റൗവിൻ്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചപ്പം അത് കഴിഞ്ഞ ദിവസം ഈ കൊച്ചുമോളുണ്ടായിരുന്നു. അന്നേരം കൊച്ചു പാത്രത്തിനകത്ത് ഈ ചായപാത്രത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ചത്. ഇതങ്ങ് കമന്ന് പാത്രം ഇങ്ങനെ വെക്ക്. ഈ കൊച്ചു പാത്രം ഇങ്ങനെ വെച്ച് സ്റ്റൗ അങ്ങ് കമന്ന് സ്റ്റൗവിനകത്ത് വെച്ചത് ഇങ്ങനെ അങ്ങ് കമന്ന്. വെള്ളം കുറവായിരുന്നു, ഒരു ഗ്ലാസ് വെള്ളം വെച്ചുള്ളൂ. അത് ഞാനിങ്ങനെ അത് കമന്നപ്പോഴത്തേക്ക് ഞാൻ വേണ്ടി ഇങ്ങനെ കയറി അങ്ങ് പിടിച്ച് എൻ്റെ ഇവിടവും പൊള്ളിയായിരുന്നു. നല്ല കടുത്ത പൊള്ളലായിരുന്നു. പക്ഷെ ഞാൻ ഇതുകൊണ്ട് ഇവിടെ എല്ലാം പൊള്ളി കുടിരേണ്ടതായിരുന്നു. ഇവിടെ അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ ഉപ്പും എടുത്ത് വെച്ച്, പിന്നെ ഐസ് കട്ട അവൾ കോഫി ഏതാണ്ട് ഐസ് കട്ടയ്ക്കകത്ത് അടിക്കുന്ന രീതിയിൽ ഏതാണ്ട് കോഫി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കൊച്ചുമോള്. അവൾ എളുപ്പം അവിടെ കയ്യിൽ ഐസ് കട്ട ഇരിപ്പുണ്ടായിരുന്നു. എളുപ്പം കൊണ്ടുവന്ന് എൻ്റെ കയ്യിലോട്ട് അങ്ങ് പിടിപ്പിച്ച് ഈ ഉപ്പും വാരി വെച്ചാണ് അവൾ. അങ്ങനെ ഉടനെ തന്നെ എന്തോ ഒരു പോച്ചൽ നീരിലൊക്കെ ആയിരുന്നറിയാം. അങ്ങനെ പിന്നെ എളുപ്പം അതൊക്കെ രണ്ട് പാട് വരുന്നുണ്ട്. ഇത് കറുത്ത് പൊള്ളി കൂടുന്നതൊന്നുമില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ഇങ്ങനെ അങ്ങായി. കൈ ഇവിടെ ഇങ്ങനെ അങ്ങായി. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് മാറി. ഇത് പക്ഷേ ഇങ്ങനെ നിൽക്കുക വേദന. എന്നിട്ടും കൈയെല്ലാം ജോലി ചെയ്ത് ഞാൻ. വീട്ടിലും പോച്ചിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ ചുപ്പെടുത്ത് വെക്കണമെന്ന് തോന്നിയിട്ട് വെച്ചില്ല ഞാനിതുവരെ. ഇനി വെക്കണം. അതിന് ഇച്ചിരി വേദന. ഇന്ന് എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കൈയും കൊണ്ട്. അങ്ങനെ ഇന്ന് ചോറ് കറി എല്ലാം വെന്ത്, ഉച്ചയ്ക്കത്തെ ചോറും കൂട്ടാനുണ്ട്. ബീറ്റ്റൂട്ട് തോരന്, ചോറ് ഊറ്റി വിട്ടേക്കുന്നു. പിന്നെ പച്ചക്കറി, വാഴയ്ക്കായിട്ട് പച്ചക്കറി വെച്ച്, പിന്നെ ചേമീൻ കറി. മീൻ വറക്കാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വൈകിട്ടേ തിന്നത്തുള്ളൂ വറുത്തത്. അവരത് അത്താഴത്തിന് വൈകിട്ട് വറുത്തെടുക്കും ഞാൻ. എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങി. ഇനി എനിക്ക് പെരയെല്ലാം ഒന്ന് തൂക്കണം. മുണ്ട് ഞാൻ കഴുകുന്നില്ല. ഇന്നലെ കഴുകിക്കൊണ്ട് വിരിച്ചിട്ട് ഞാൻ. ഇന്ന് മുണ്ട് കിടപ്പുണ്ട് കഴുകാൻ. വാഷിംഗ് മെഷീനകത്ത് മുണ്ട് കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ മുണ്ട് ഒത്തിരി ഇരിപ്പുണ്ട്. ബെഡ്ഷീറ്റും എല്ലാം കൂടെ ഇട്ട് കഴുകാനുണ്ട്. അതിനി നാളെ കഴുകത്തുള്ളൂ. പിന്നെ ഞാൻ നെല്ലിക്ക ഉപ്പിട്ട് വെച്ചേക്കുന്നു. കൊച്ചുമോൾക്ക് വേണ്ടി കൊച്ചുമോൻ തിന്നും. ഹാമിസ് ഇത് ഹൈമയും ഹാമിസും തിന്നും. പക്ഷേ ഇട്ട് വെച്ചത് അവർ കൊണ്ടുപോയില്ല കൊട്ടാരിൽ. ഇനി കൊണ്ടുപോകണം. ഞാൻ ഇന്നലെ പറഞ്ഞെടുത്ത് തിന്നത് അതുകൊണ്ട് ഇവിടെ കിടക്കുന്നു. അത് കുറച്ചേ തിന്നുള്ളൂ ഞാൻ. അതിന് കൊള്ളത്തില്ല, കളയണം. ഒരെണ്ണം എടുത്താൽ നമുക്കൊന്നും തിന്നാൻ 4 പേർക്ക് തിന്നുന്ന നെല്ലിക്ക ഒരെണ്ണം. അതങ്ങനെ ഒരാൾ തിന്ന് തീർക്കും. ഇനി ഞാൻ പിന്നെ മുണ്ടെല്ലാം കഴുകി കൊണ്ടുവന്ന് മടക്കി വെച്ചേക്കും. ഇനി ഇരിക്കുന്നിടത്തെല്ലാം കൊണ്ട് വെക്കണം. അങ്ങനെ എല്ലാം ജോലിയൊക്കെ ഒരുമാതിരിയൊക്കെ ഒതുക്കി വെച്ചേക്കും. എന്നാൽ വെച്ചേക്കട്ടെ, നാളെ കാണാം.